യൂസഫ് മുഹമ്മദ് പി കെ റഫീഖ് അത് പോലും അത് അങ്ങനെ സംശയിച്ചാൽ അതിൽ തെറ്റ് പറയാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങളെ ഉദ്യോഗസ്ഥന്മാരെ അടക്കം ഭീഷണിയിൽ പെടുത്തി മുന്നോട്ട് പോകുന്ന അവസ്ഥ പലപ്പോഴും സംജാതമായിട്ടുണ്ട്. അത് തടയേണ്ടത് ജനാധിപത്യത്തിന്റെ ഒരു ആവശ്യമാണ് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. ഞങ്ങൾ ഈ ഒരു പത്രസമ്മേളനം വിളിച്ചത് വളരെ ഗൗരവപൂർണമായ ഒരു വിഷയം നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അത് മറ്റൊന്നല്ല, ചൊക്ലി പഞ്ചായത്തിലെ 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന റഫ്ഷാന ഒരു ഇന്നലെ പത്രിക നൽകി. അതിനുശേഷം 3 മണിയോടുകൂടി പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ മേനപ്പുറം ഡിവിഷനിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഉദയൻ മാസ്റ്ററും CPM നേതാവായ VK രാഗേഷും സ്ഥാനാർത്ഥിയുടെ ബാപ്പയെ സമീപിച്ച് അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റ് കൂടിയാണ്, റഫ്ഷാന സ്ഥാനാർത്ഥിത്വത്തിൽ പിന്മാറണം, ഇത് ഞങ്ങൾ നല്ല നിലയിൽ വന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിയല്ല എന്ന രൂപത്തിൽ പറഞ്ഞു പോവുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അരുണും അതുപോലെ തന്നെ റഫ്ഷാനയും മറ്റ് മുഹമ്മദ് യൂസഫ്ക്കയുടെ നേതാക്കന്മാർ പറയുന്നു. ഇതിൽ ആമുഖം എനിക്കൊരു കാര്യം പറയുന്നത്, ജനാധിപത്യ സംവിധാനത്തിൽ മത്സരിക്കാനുള്ള അവകാശം ഏതൊരു പൗരൻ്റെ അവകാശം, നിയമം ഒരു സ്ഥാനാർത്ഥിയാക്കാൻ യോഗ്യതയുണ്ട്, മത്സരിക്കാനുള്ള അവകാശമുണ്ട്. ഇത് പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു സംഭവം മാത്രം സൂചിപ്പിച്ചാൽ ഇവർക്ക് വഴിമാറിക്കൊടുക്കും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നു വലിയമാട ഹൗസിൽ ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു, ക്ലാസ് ടീച്ചർ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. ഒരു മത്സരവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കണമെന്നാണ് അസൈൻമെൻറ്റ്. ആ കുട്ടി ഒരു കളിയുമായി ബന്ധപ്പെട്ട ഒരു അസൈൻമെൻറ്റ് ചെയ്തു, ഒരു റൂൾ ഉണ്ടാക്കി. ആ കുട്ടി ഉണ്ടാക്കിയ മത്സരത്തിൻ്റെ ഐറ്റം എന്ന് പറയുന്നത് സ്പൂണും നാരങ്ങയും. സ്പൂണ് വായിൽ വെച്ച് അതിൽ നാരങ്ങ വെച്ച് നടക്കണം, ഇത്ര അകലം നടക്കണം. ആ നടക്കുമ്പോൾ വീണ്ടും നാരങ്ങ എടുത്ത് വെക്കാം. അതൊക്കെ അവസാനം കുട്ടിയുടെ നിബന്ധന പറഞ്ഞത് ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്, അടിവരണം. അത് വലിയ വാർത്തയായി. സോഷ്യൽ മീഡിയയിൽ ആ കുട്ടിയുടെ അമ്മ കൊടുത്ത് വലിയ വാർത്തയായി. നമ്മുടെ ബഹുമാനപ്പെട്ട കേരള നിയമ സ്പീക്കർ ആ കുട്ടിയുടെ മാതാവിനെയും തിരുവനന്തപുരത്ത് അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ കൊണ്ടുപോയി ദൃശ്യമാധ്യമങ്ങളൊക്കെ വിളിച്ച് ആദരിച്ചു. എന്താ പറയുക, ഇങ്ങനെയായിരിക്കണം നമ്മുടെ തലമുറ. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുതെന്ന സന്ദേശം, മഹത്തായ സന്ദേശമാണ് ഈ കുട്ടി ലോകത്തിൽ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞ് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ചാമ്പറിൽ വെച്ച് ആദരിച്ചു. ശിവൻകുട്ടിയെ കണ്ടു. ശിവൻകുട്ടിയും ഫേസ്ബുക്കിൽ ഇതാണ് കേരളത്തിൻ്റെ മഹത്തരമായ വിദ്യാഭ്യാസത്തിൻ്റെ മാതൃക എന്ന് പറഞ്ഞുകൊണ്ട് തോറ്റവരെ ബഹുമാനിക്കണം, ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത്. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, തോൽക്കണമെങ്കിൽ മത്സരിക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കണ്ടേ? ജയവും പരാജയവും സാധാരണ സ്പൂണും താരങ്ങയുണ്ട് പോകുമ്പോൾ ഒരു കുട്ടി ഇത് വായിൽ വെച്ച് പോകുമ്പം തോൽക്കാനെങ്കിലും ഒരാൾ കൂടെ നടക്കണ്ടേ? അങ്ങനെ നടന്നാലല്ലേ തോൽവിയും വിജയവും ഉണ്ടാവും. ഇവിടെ മത്സരിക്കാൻ പോലും അവസരം നിഷേധിച്ചവർ ഈ കുട്ടിയുടെ മുമ്പിൽ തോറ്റിരിക്കുകയാണ്. സ്പീക്കറും മന്ത്രിയും തിരുവനന്തപുരത്തുകൊണ്ട് ആദരിച്ച ആ കുട്ടിയുടെ മുമ്പിൽ CPM പാർട്ടി പരാജയപ്പെട്ടിരിക്കുകയാണ്. മത്സരിക്കാൻ പോലും നിങ്ങൾ മുന്നോട്ട് വരരുത് എന്ന രൂപത്തിലുള്ള ഏകാധിപത്യ ഫാസിസ്റ്റ് സമ്പ്രദായം ചൊക്ലി പഞ്ചായത്തിൽ നടപ്പിലാക്കുന്നതിന് 1-ാം ഘട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് സ്ഥാനാർത്ഥി, അത് വനിതാ സ്ഥാനാർത്ഥി, മത്സരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ അതിനെതിരെ ഭീഷണിയാക്കിയിരിക്കുന്നത്. ഇതുകൊണ്ടൊന്നും UDF, ഞാൻ മറ്റു കാര്യങ്ങൾ പറയും. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി, നമ്മുടെ K മുരളീധരൻ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ അദ്ദേഹം ചൊക്ലി ടൗൺ സ്കൂൾ ബൂത്ത് സന്ദർശിക്കാൻ വന്നപ്പം അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സംഘം തടഞ്ഞവിടെ ഭീകരാന്തരീക്ഷമുണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട കേസുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KC ഷെരീൻ 8-ാം വാർഡിൽ KC ഷെരീൻ മത്സരിച്ചു, അവിടെ വിജയിച്ചു. CPM സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷരഹിത പഞ്ചായത്തായിരിക്കണമെന്ന് അവരുടെ സ്വപ്നമായിരുന്നു. പക്ഷേ KC ഷെരീനെ ജയിച്ചു വിജയാഘോഷ യാത്ര പോകുമ്പോൾ അവരാക്രമിച്ചു. അവർ ധീരമായി പോലീസ് പരാതി കൊടുത്തു, കേസെടുത്തു. മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ ദിവസം വിചാരണക്ക് വന്നപ്പം CPM കയ്യും കാലും പിടിച്ചവരെ ഒന്ന് ഒത്തുതീർപ്പാക്കി. അവർ പറ്റത്തില്ല, നിയമത്തിൻ്റെ മുമ്പിൽ കുറ്റക്കാരെ ശിക്ഷിക്കുമെന്ന നിലപാടെടുത്ത് അടുത്ത മാസത്തേക്ക് അത് വിചാരണയ്ക്ക് വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഭവം ഒറ്റപ്പെട്ട അനുഭവമല്ല, കഴിഞ്ഞ കാലങ്ങളിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട്
കഴിഞ്ഞ കാലങ്ങളിലുള്ള ഉണ്ടായിട്ടുള്ള സംഭവവികാസങ്ങൾ ആവർത്തിക്കുവാൻ CPM പാർട്ടി UDF അനുവദിക്കില്ല എന്ന് ഉറച്ച പ്രഖ്യാപനമായിട്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി അടക്കമുള്ളവർ പത്രസമ്മേളനത്തിൽ വന്നിരിക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് എന്നുള്ളത് ഒരു പൗരന് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സ്വാതന്ത്ര്യമാണ്. എനിക്ക് എൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുവാനും പ്രവർത്തിക്കാനും സാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക ബീഹാറിനെയും മറ്റ് സംസ്ഥാനങ്ങളെയാണ്. ബീഹാറിലെ വോട്ട് ജോലി ഒരു ഭാഗത്ത് നടക്കുന്നു, ബൂത്ത് പിടുത്തം നടക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളായി ചുക്ലിയുടെ പല ഭാഗത്തും CPM മൃഗീയമായ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് കാണുമ്പോൾ പത്രമാധ്യമങ്ങളൊക്കെ വിചാരിക്കും ചുക്ലിയിൽ മറ്റ് പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് UDF ഇല്ലാത്തത് കൊണ്ട് കോൺഗ്രസ് ഇല്ലാത്തത് കൊണ്ട് ആണ് എന്നാണ്. പക്ഷേ ഒരു ഭാഗത്ത് നെടുമ്പ്രം ഭാഗത്ത് നിന്ന് കാലത്ത് തുടങ്ങുന്ന കള്ളവോട്ടും ബൂത്തുപിടുത്തും ബീഹാറിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന CPM-ന്റെ ചില നേതാക്കന്മാരും അതിന്റെ അണികളുമാണ് ചുക്ലിയുടെ യഥാർത്ഥ ശാപം. ചുക്ലിയിൽ നിഷ്പക്ഷമായി വോട്ടിംഗ് നടന്നാൽ പല വാർഡുകളും UDF ജയിക്കും. അങ്ങനെ ഒരു വാർഡ് ഏഴാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ പോയി ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബീഹാറിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അതിലും വലുതാണ് ചുക്ലിയിൽ നടക്കുന്നത്. ഞാൻ 2000 കാലഘട്ടത്തിൽ പഞ്ചായത്തിൽ മത്സരിച്ചത്. 2005 കാലഘട്ടത്തിൽ കള്ളവോട്ടുമായി കൊടിസുനി അടക്കമുള്ളവർ എൻ്റെ ബൂത്തിലടക്കം വന്നത് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നു. ഞങ്ങളൊക്കെ അതിനെ പ്രതിരോധിക്കുമ്പോൾ 10-100 ക്രിമിനലുകൾ വരുന്ന ഒരു സംവിധാനം. അത് പഞ്ചായത്തിന്റെ പല വാർഡുകളിലും സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ നിങ്ങൾക്കതിനെ മറികടക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്കും സാധിക്കും. ബൂത്തിന് പുറത്തായാലും മൊബൈൽ വാഹനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ ചെയ്യുന്ന സംവിധാനങ്ങൾ ചുക്ലിയുടെ പല ഭാഗത്തും ഒരു പുതുമയല്ലാതായി മാറിയിരിക്കുന്നു. ഇതിനെതിരെ മനുഷ്യ മനസാക്ഷി പ്രതികരിക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായ റഫ്ഷാനയുടെ വീട്ടിലും ഇന്നലെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിന്റെ ഒന്നാം പടി. ഇനി പറഞ്ഞ കാര്യങ്ങളൊക്കെ റഫ്ഷാന പറയുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. സ്വതന്ത്രമായി നിഷ്പക്ഷമായി തിരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളതിന്റെ ഒരു ഭീതി കൊണ്ടാണ് ഇങ്ങനെയുള്ള ഭീഷണികളും അതുപോലുള്ള സംവിധാനങ്ങളുമായി CPM മുന്നോട്ട് വരുന്നത്. ഇത് തികച്ചും ശരിയല്ലാത്ത നിലപാടുകളാണ്. ഈ നിലപാടുകൾക്കെതിരെ ലത്തീഫ് വക്കീൽ പറഞ്ഞതുപോലെ MLA ആയാലും മറ്റു താക്കീത് കൊടുത്തുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് തന്നെയായിരിക്കണം നമുക്ക് നടക്കേണ്ടത്. അതിനുള്ള മുന്നൊരുക്കങ്ങൾ മാത്രമായിരിക്കണം നടക്കേണ്ടത്. നമുക്കറിയാം പല സ്ഥലപ്പെടുത്താൽ ROന്റെ കയ്യിലുള്ള നോമിനേഷന്റെ ഫോട്ടോ കോപ്പി പോലും എടുക്കുന്നതായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിൽ ഏഴാം വാർഡിൽ എന്നെ സ്ഥാനാർത്ഥിയായി ചുക്ലി പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ എന്നെ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 എൻ്റെ നോമിനേഷൻ കൊടുത്തത്. അതിനുശേഷം എൻ്റെ ഉപ്പയും ഉമ്മയും ഒറ്റയ്ക്കാണ് വീട്ടിൽ. അപ്പോൾ 2 CPM നേതാക്കന്മാർ, ഒന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഉദയം മാഷ് മത്സരിക്കുന്നത്, രണ്ടാമത്തത് രാകേഷ് എന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റാ. അവർ 2 നേതാക്കന്മാർ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഉപ്പയോട് എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഉപ്പാക്ക് ഭയങ്കര വിഷമായി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഉപ്പ ഇക്കാര്യം പറഞ്ഞത് എനിക്കും ഭയങ്കര വിഷമായി. ഉപ്പാക്ക് ഹാർട്ട് പേഷ്യൻ്റ് ഉണ്ട്, 2 അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ എൻ്റെ കുടുംബക്കാരും എൻ്റെ സഹപ്രവർത്തകരും കൂടി ഞാൻ ഈ ഒരു തീരുമാനം എടുത്തത് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉറച്ചമായ തീരുമാനമാണ്. ഈ കേസ് മുന്നോട്ട് തന്നെ പോകും. ഇതിൽ നിന്ന് ഒരു പിന്മാറുകയും ഞാൻ ചെയ്യില്ല. അവർക്കറിയാം ഞാൻ നിന്നാൽ ഏഴാം വാർഡ് വിജയിക്കും എന്ന് അവർക്കറിയാം. അതുകൊണ്ട് അതിൽ നിന്ന് ഒരു തരത്തിലും ഞാൻ ഒരു മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് ഞാൻ വെക്കില്ല. അത് എൻ്റെ ഉറച്ച തീരുമാനമാണ്. എനിക്ക് നീതി വേണം. ഞാനും എൻ്റെ ചെറിയ മക്കളും 3 പെൺകുട്ടികളാണ് എനിക്കുള്ളത്. എനിക്ക് നീതി വേണം. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന വ്യക്തിയാണ്.
അതുകൊണ്ട് എല്ലാ ഇതും എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് ചെയ്തു തരുന്നുണ്ട്. ഇനിയും എൻ്റെ എല്ലാ ഇതും പ്രൊട്ടക്ടറും എല്ലാം എനിക്ക് വേണം. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രവർത്തകരോടും എൻ്റെ കുടുംബാംഗങ്ങളോടും എല്ലാം ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിന് എല്ലാവിധ തീരുമാനങ്ങളും നിങ്ങളെ ഇതിൻ്റെ ഉണ്ടാകണം.